മൾട്ടിവേഴ്സ് പോസിബിൾ ആണ് എന്നുള്ളതിന് ഒരുപാട് തിയറീസ് ഉണ്ടെങ്കിലും വളരെ ക്ലോസ്ലി റിലേറ്റ് ചെയ്തേക്കുന്ന ഒരു തിയറിയാണ് ദി ഇൻഫ്ലേഷണറി മൾട്ടിവേഴ്സ് എന്ന തിയറി. അതിനു മുന്നേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ബിഗ് ബാങ് ആണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന്. എന്നാൽ ബിഗ് ബാങ്ങിന് മുന്നേ എന്താണ്, കോസ്മിക് ഇൻഫ്ലേഷൻ എന്നൊരു തിയറി ഉണ്ട്. അതായത് സ്പേസ് ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും വേഗതയിൽ റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പോയിൻറ്റ്സിൽ സ്പേസ് ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് റോൾ ഡൗൺ ചെയ്യും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനൊക്കെയാണ് ഇത് ചെയ്യണത്. ഈ റോൾ ഡൗൺ ചെയ്യണ സമയത്ത് ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്ത എനർജി എല്ലാം റിലീസാവും. റിലീസായതിനു ശേഷം ഈ എനർജി പാർട്ടിക്കിൾസായിട്ടും റേഡിയേഷനായിട്ടും അതുപോലെ ഹീറ്റായിട്ടൊക്കെ പുറത്തേക്ക് പോകും. അതിനാണ് റീഹീറ്റിംഗ് എന്നുള്ള ഫേസ് പറയുക. റീഹീറ്റിങ്ങിൻ്റെ എൻഡിലാണ് ബിഗ് ബാങ് എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇത് എല്ലാ എനർജി സോഴ്സും ഒരൊറ്റ, അത് സ്മൂത്തായിട്ടുള്ളൊരു കർവായിട്ടല്ല, ഒരു പോയിൻറ്റിലേക്കല്ല വരിക. ഇതിപ്പോൾ സ്പേസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. അതായത് പാച്ചസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഒരു ഡ്രോപ്പായി, അപ്പോൾ ഒരു ബബിൾ യൂണിവേഴ്സ് ഉണ്ടായി, അപ്പുറത്തൊരു ബബിളായി, അങ്ങനെ കുറേ ബബിൾസ് ക്രിയേറ്റ് ആയി, കുറേ യൂണിവേഴ്സസ് ക്രിയേറ്റ് ആയി. അപ്പോൾ ABCD എന്നുള്ള യൂണിവേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ A എന്നുള്ള യൂണിവേഴ്സിലാണെങ്കിൽ നിങ്ങളെ തന്നെ സ്മാർട്ടറായിട്ടുള്ള, പറക്കാൻ കഴിവുള്ള, റിച്ചറായിട്ടുള്ള, നല്ല ഹാൻസം ബോഡിയുള്ള, അല്ലെങ്കിൽ ഫാറ്റായിട്ടുള്ള, സ്ലിം ആയിട്ടുള്ള വേറൊരു വേർഷൻ BCDEF അങ്ങനത്തെ യൂണിവേഴ്സസിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു പോസിബിലിറ്റിയാണ്.